പാലത്തിന്റെ മുകളിൽ വെൽഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ ബൈപ്പാസ് വരുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ഒരുമനയൂർ ഭാഗത്താണ്. NH66 വർക്കിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ വന്നിട്ടുള്ള ഈ ഭാഗത്ത് കാണാം, നമുക്ക് സെൻറ്റർ ഭാഗത്ത് ക്രാഷ് ബാരിയറിനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള കമ്പികളൊക്കെ കെട്ടിയിട്ട് കാണാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഒരുമനയൂർ അണ്ടർപാസിന്റെ ഭാഗത്തായിരുന്നു കാണിച്ചിരുന്നത്. ഇവിടുന്ന് നമുക്കിനി ചാവക്കാട് ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സൈഡിലുള്ള ഭാഗത്തൊക്കെ കുറച്ചൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലാബുകൾ കാണാം. ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സ്ലാബുകളാണ്. ഒരുമനയൂർ ഇരുന്ന അണ്ടർപാസിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള സ്ലാബുകൾ ഉപയോഗിച്ചാണ് വർക്കുകൾ നടക്കുന്നത്. മണ്ണ് ഫില്ലിങ് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളാണ് ഈ കാണുന്നതൊക്കെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ സ്ലാബുകൾ കൊടുത്ത് മണ്ണ് ഫില്ല് ചെയ്ത് റോഡ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചാവക്കാട് ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ചാവക്കാട് ഭാഗത്തേക്ക് പോയി നോക്കാം. ചാവക്കാട് ഭാഗത്ത് ബൈപ്പാസിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ടൗണിനെ ടച്ച് ചെയ്യാതെ കടന്നു പോകുന്ന ബൈപ്പാസിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ വീഡിയോ നിങ്ങൾക്ക് കട്ടാവാതെ മുഴുവനായിട്ടും റോഡ് വർക്ക് കാണാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഉൾപ്പെടുത്തലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അത് റോഡിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ എവിടെയൊക്കെയാണ് ഇനി വർക്ക് നടക്കാനുള്ളതെന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ നിർത്തി കാണിക്കുന്നതിലേറെ നല്ലത് നമുക്ക് വണ്ടി ഓടിച്ച് പോകുന്ന ഒരു ദൃശ്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫുള്ളായിട്ട് കാണിക്കുന്നത്, മ്യൂസിക് ഇട്ടിട്ടാണെങ്കിലും. അപ്പോൾ നമുക്കിനി ചാവക്കാട് ഭാഗത്ത് പോയി നോക്കാം അവിടെ എന്താണ് എങ്ങനെയാണെന്ന്. അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം ഒരു അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ ബൈപ്പാസ് വരുന്നത്. ബൈപ്പാസ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാവക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലേക്കൊക്കെ പോകാം. ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ബൈപ്പാസ് പോകുന്നത്. വില്യംസ് എന്നാണ് ഈ ഭാഗത്തേക്ക് പറയുക, ഈ ജംഗ്ഷന്റെ ഭാഗത്തേക്ക്. ഇവിടെ അണ്ടർപാസിന്റെ വർക്കും ഇതുപോലെ നേരത്തെ തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് ഫില്ലിംഗ് ആണ് ചെയ്യാനുള്ളത്. മണ്ണ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സ്ലാബുകൾ വെച്ചുള്ള വർക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ അധിക ഭാഗത്തും കാണുന്നത് ഇങ്ങനെ ഈ മണൽ മണ്ണാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കാണാൻ നമുക്ക് മണൽ മണ്ണാണ് ഇതിൽ നിറച്ചിട്ടുള്ളത്. അപ്പോൾ സ്ലാബിൻ്റെ വർക്കുകൾ കുറച്ച് ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേ ആയിട്ട് കൊടുക്കുന്ന ഒരു കേബിള് പോലുള്ള ഒരു ഷീറ്റാണത്. അങ്ങനെ ഒരു ഷീറ്റും ആണ് കേബിളും ആണെന്ന് പറയാം. രണ്ടും കൂടെ ആയിട്ട് രണ്ടും ഒരുപോലെയാണ്. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു പ്ലാസ്റ്റിക്, ഇതിൽ കമ്പിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മിക്സഡ് ആണ്, രണ്ടും കൂടെ മിക്സ് ആയതാണ്. അങ്ങനെയുള്ളൊരു ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് കാണുമ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ടാറിങ് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ മുകൾ ഭാഗത്തൊക്കെ ചുമന്ന മണ്ണാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ താഴ്ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കറുത്ത കാണാൻ നമുക്ക് കടൽ മണ്ണ് അതുപോലെയുള്ള കായലിൽ നിന്നൊക്കെ എടുത്ത മണ്ണാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല.
നേരത്തെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടിരുന്ന് കടൽ മണ്ണ് ഇങ്ങനെയുള്ള കായലിലുള്ള മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള. ഈ ഇങ്ങനെയുള്ള സ്ലാബിൽ ഇങ്ങനെയുള്ള NHIൻ്റെ എംബ്ലങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ള ആ ചെറിയ കട്ടയിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണൂല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് ഇങ്ങനെ വർക്ക് ചെയ്ത് കാണുമ്പോൾ. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ബൈപ്പാസിൻ്റെ ഭാഗത്തൊക്കെ ചിലപ്പം വഴികൾ അടഞ്ഞിരിക്കാം. പോയി നോക്കാം മുന്നോട്ട്. ബൈപ്പാസിൻ്റെ കുറച്ച് സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ, ഇവിടെ ഉപയോഗിക്കാനുള്ള സ്ലാബിൻ്റെ സ്ലാബുകളൊക്കെ ഇവിടെയാണ് കൂട്ടി വെച്ചിട്ടുള്ളത്. വർക്കിന് ആവശ്യമുള്ള ഭാഗങ്ങളിലേക്കൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഈ സെൻറ്റർ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് കുറച്ച് ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, അവിടെ വരെ ഉള്ളൂ സർവീസ് റോഡ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സർവീസ് റോഡിൻ്റെ ഒക്കെ നിർമ്മാണം വരാനുണ്ട്. അവിടം വരെ കാണുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ്. ഇവിടെ വരുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ അവിടേക്കൊക്കെ മണ്ണ് കൂട്ടിയിട്ട് കാണുന്നുണ്ട്. അങ്ങോട്ട് ഇനി വഴി ഉണ്ടാകുന്നതിനെ അറിയില്ല, എങ്ങനെ അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ പോയി നോക്കട്ടെ. അപ്പോൾ ഞാനിവിടെ കൂട്ടിയിട്ട മണ്ണിൻ്റെ ഒരു കൂന കാണുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇവിടെ തന്നെ മുൻഭാഗത്ത് ഒരു ചെറിയ തോടിൻ്റെ മുകളിൽ ഒരു പാലം വരുന്നുണ്ട്. ഇതാണ് ഇവിടെ ഒരു പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു വെള്ളക്കെട്ടായ ഒരു സ്ഥലമാണ്. ഇതാ തങ്ങൾപ്പടി, ഏകദേശം തങ്ങൾപ്പടി പറഞ്ഞ ആ ഭാഗത്തായിട്ട് വരും. തങ്ങൾപ്പടി ചാവക്കാട് കഴിഞ്ഞ് ടൗണൊക്കെ കഴിഞ്ഞിട്ടുള്ള തങ്ങൾപ്പടി ഭാഗത്തുനിന്ന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗമാണിത്. അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് തെങ്ങ് തോട്ടാണെങ്കിലും വെള്ളക്കെട്ടായി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഒരു വലിയൊരു അണ്ടർപാസ് പോലെ കാണുന്നുണ്ട്. അതൊരു തോടിൻ്റെ കുറുകെയുള്ളതാണെന്ന് തോന്നുന്നത്. ചെറിയൊരു പാലാണ്. വേറെ അപ്പുറത്തൊരു വലിയൊരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലാണ് ഇവിടെ. ശരിക്കും വഴങ്ങി പോയിട്ടുണ്ട്. ഇതാ കാണാം നമുക്ക്. അവിടെ ഡ്രോണൊന്നുമില്ല, അങ്ങോട്ടൊന്നും പോയിട്ട് കാണിക്കാൻ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു രീതിയിലാണ് വർക്ക്. വണ്ടിയൊന്നും പോകാത്ത നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് അവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അവിടെ പാലത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ കാണാം നമുക്ക്. എല്ലാ വർക്കുകളും നടക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ ഗർഡറുകൾ ഉപയോഗിച്ച് കൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് മുന്നേ ഭാഗത്തൊക്കെ കാണുന്നുണ്ട് സിമെൻറ്റിൻ്റെ ഗർഡറുകൾ കാണുന്നുണ്ട്. ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് വരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന വഴിയിൽ ഭാഗത്തൊക്കെ ഇനി അധികം ഒന്നും മണ്ണ് നിറക്കാനില്ല. ഇവിടെ റോഡിൻ്റെ വർക്ക് നേരത്തെ തന്നെ കഴിഞ്ഞത് കാണാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ഇനി മണ്ണ് ഫില്ലിങ് ഉണ്ട്. പാലത്തിന് ജോയിൻറ്റ് ചെയ്യാനുള്ള വർക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പാലത്തിൻ്റെ മുകളിൽ ബിൽഡിംഗ് ഒക്കെ നടക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, അവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടാവില്ല. ഇത്രയൊക്കെ സൂം ചെയ്താലേ ക്ലിയർ ഉണ്ടാവുള്ളൂ. പാലത്തിൻ്റെ മുകളിൽ ബിൽഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എവിടെയാണ് വാഹനം പോകാൻ പറ്റുന്നത് അവിടം വരെ പോയിട്ട് നമുക്ക് മണത്തല, ചാവക്കാട് ആ ഭാഗങ്ങളിലേക്കാണ് പോകാനുള്ളത്. മുന്നോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് ഞാൻ നേരെ വന്നത് ചാവക്കാട് ബസ് സ്റ്റാൻഡ് ഭാഗത്തുനിന്ന്, ടൗൺ ഭാഗത്തുനിന്ന് വരുന്ന അണ്ടർപാസിൻ്റെ താഴ്ഭാഗത്തേക്കാണ്. ഇവിടെ കാണാം അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ കാണിച്ചിരുന്നു. ഫുള്ളായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞ ഭാഗം തന്നെയാണ്.
ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ തിരിക്കുന്ന ഈ ഭാഗത്തോട്ട് അങ്ങോട്ടാണ് ചാവക്കാട് ബൈപ്പാസിന്റെ തുടക്കം. ഇവിടുന്ന് അങ്ങോട്ട് കൂടുതലൊന്നും വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കാണാം കമ്പനി മെറ്റല് മണ്ണൊക്കെ കൂട്ടിയിട്ടതാണ് കാണുന്നത്. വേറെ വർക്കുകളൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. കമ്പനീൻ്റെ ആവശ്യത്തിനുള്ള മെറ്റലുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂട്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് ഈ അണ്ടർപാസിൻ്റെ പില്ലർ കൊടുത്ത് അതിൻ്റെ മുകളിൽ സ്ലാബുകൾ കൊടുത്ത ഒരു വർക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനി അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കൂടുതൽ വർക്കുകൾ ചെയ്യാനുണ്ട്. അങ്ങോട്ട് പോകാൻ റോഡ് പോലും ഇല്ലാത്ത കിടക്കുകയാണ്. അങ്ങോട്ടൊക്കെ ഇനി വഴിയൊക്കെ ഉണ്ടായിട്ട് വേണം അങ്ങോട്ടൊക്കെ പോയിട്ടുള്ള ഷൂട്ട് ചെയ്യാൻ. ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു. ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് അവിടെയൊക്കെ ഒന്നും കൂടെ പോയി നോക്കാം. ആ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ തുറന്ന് കിടക്കായിരുന്നു. ഇപ്പൊ അടച്ചു വെച്ച് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ല എങ്ങനെയാണ് ഇവിടത്തെയൊക്കെ വാള് വരുന്നത്. ഇവിടെ ചെറിയ രീതിയിൽ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തുടക്കം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പൊന്നാനി ഭാഗത്തേക്കാണ് പോകാനുള്ളത്. വെളിയങ്കോട് പൊന്നാനി ഭാഗത്തേക്ക്. അത് മറ്റൊരു വീഡിയോയിൽ കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.